പെരിങ്ങൽകുത്തിൽ ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഷൊർണൂരിലേക്കാണ്. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ക്ലബ്ബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നിയപ്പോൾ അച്ഛനെ പോക്കറ്റ് മടിക്കുകയും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് തോന്നിയിട്ട് കുറേ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനുള്ള ഏർപ്പാട് ചെയ്തു. പക്ഷേ ആ കുട്ടികളൊക്കെ നന്നായി പഠിക്കാൻ കഴിയുകയും മാർക്ക് വാങ്ങുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് അവിടെ വലിയ പേരും എനിക്കുണ്ടാക്കി. ഞാനതിൽ വളരെ ആത്മാർത്ഥമായിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ശ്രമം അന്ന് അങ്ങനെ കാശ് കിട്ടുന്നതല്ലേ ഒന്നത്. പിന്നെ അവിടെ ഓർത്തിരിക്കാനും ഒരുപക്ഷെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ഞാനുണ്ടാവില്ല എന്ന് തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഭവം വീണ്ടും എൻ്റെ ജീവിതത്തിലുണ്ടായത് അവിടെയാണ്. എന്നുവെച്ചാൽ ഈ രാത്രി ഏകദേശം 8 മണിക്ക് ശേഷം ഒരു 8:30 KICBയുടെ ഒരു വാഹനം ഈ റിക്രിയേഷൻ ക്ലബ്ബിൽ നിന്ന് അവിടെ ക്ലബ്ബ് അംഗങ്ങളെ വീട്ടിലെത്തിക്കാൻ വേണ്ടി പോകും. ആ വാഹനത്തിൽ ക്ലബ്ബിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ആ വാഹനത്തിൽ കയറണം, അവൻ്റെ വീട്ടിലെ പഠിക്കൽ ഇറക്കി തരും, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ പലപ്പോഴും ഈ കളിയുടെ ലഹരിയിൽ മുഴുകി, അല്ലെങ്കിൽ ക്യാരംസ് ആവും, അല്ലെങ്കിൽ ചെസ് ആവും, അല്ലെങ്കിൽ നമ്മൾ അതുപോലെയുള്ള മറ്റ് ആക്ടിവിറ്റീസ് ആവും, ടേബിൾ ടെന്നീസ് ആവും, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കളിച്ച് ലഹരി മൂത്ത് ചിലപ്പോൾ ഈ 8:30 വണ്ടി പോകുന്നത് ശ്രദ്ധിക്കാൻ മറന്നുപോകും. അപ്പോൾ പല ദിവസം 8:30 കഴിഞ്ഞ് ചിലപ്പോൾ 9 വരെയും ചിലപ്പോൾ 9:30 ആവും. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണെങ്കിലും 9:30 9:30 മണിയായിട്ട് എല്ലാവരും അടുത്ത ക്വാർട്ടേഴ്സിലേക്കൊക്കെ പോകും. ഞാനും അപ്പോൾ എൻ്റെ ക്വാർട്ടേഴ്സ് ഏകദേശം ഒരു കിലോമീറ്റർ താഴ്വാരത്തിലാണ്. ക്ലബ്ബിൽ നിന്ന് 1 കിലോമീറ്റർ മുകളിൽ ദൂരമുണ്ട്. നല്ല കുത്തനെ ഇറക്കമുള്ള, ഞാൻ പറഞ്ഞ മലഞ്ചെരുവാണ്. അപ്പോൾ അങ്ങനെ പല ദിവസങ്ങളിൽ ഞാൻ നടന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ വളവുണ്ട്. KICB ഓഫീസ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ വലിയൊരു ഒരു യു ടേൺ വളവ് പോലത്തെ ഒരു വളവാണ്. ആ വളവിലെത്തിയപ്പോൾ എതിർഭാഗത്തെ കാട്ടിൽ നിന്ന് വെച്ചാൽ കൊല്ല കാടാണ്, കൊടും കാടാണ്. എതിർഭാഗത്തെ കാട്ടിൽ നിന്ന് സുന്ദരനായൊരു മാൻ, കാരണം നല്ല മേനിക്കൊഴുപ്പുണ്ട്, നല്ലൊരു എന്തായാലും പറയുക ചുവന്ന മണ്ണിൻ്റെ നിറമൊക്കെ ഉള്ള നല്ല തടിയുള്ള ഒരു മാൻ ഇടതുഭാഗത്തുനിന്ന് വലത്തോട്ട് അങ്ങ് കടന്നുപോയപ്പോൾ ഞാൻ പെട്ടെന്നൊരു സെക്കൻഡ് സ്ട്രക്കായി. ഇത്രയും വലിയ മാനിനെ ജീവിതത്തിൽ ആദ്യമായി, അത് ഒറ്റയ്ക്കൊരു മാനിനെ രാത്രി 8:30 മണി അല്ലെങ്കിൽ 9 മണി എന്ന് വയ്ക്കാം ഈ സമയത്ത് കാണുന്നത്. ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, ഈ വെളിച്ചത്തിലാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കടന്നുപോയി ഞാൻ അടുത്തടുത്താണ്. പെട്ടെന്ന് മാനങ്ങ് കടന്നു പോയ ഉടനെ തന്നെ ഞാൻ ഒരു സെക്കൻഡ് നിന്ന് വീണ്ടും യാത്ര പുറപ്പെടാൻ നിൽക്കുമ്പോൾ ഇടതു ഭാഗത്തുനിന്ന് ഒരു വലിയ അലർച്ചയാണ് കേൾക്കുന്നത്. ഞാൻ ഞെട്ടലോട് ഇടത്തോട്ട് നോക്കിയപ്പോൾ ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ മാനിനെ പിന്തുടർന്ന് വന്ന ഒരു പുലിയാണ് ഇടതു ഭാഗത്ത് നിൽക്കുന്നത്. ഈ പുലി പെട്ടെന്ന് അതിൻ്റെ ലക്ഷ്യം മാനായത് ഭാഗ്യം. മാനിനെ പിടിക്കാനോ മാനിനെ തിന്നാനോ ഉള്ള ആ ഒരു മൃഗങ്ങൾക്ക് അങ്ങനെ സ്വഭാവം ഉള്ളതുകൊണ്ടാവാം. അത് മാനിനെ ലക്ഷ്യമിട്ട് വരുമ്പോൾ അപ്രതീക്ഷിതമായി വഴിയിൽ ഒരു ആൾ പെട്ടെന്ന് ആ മാനിനെ പിടിക്കാൻ തടസ്സമായെന്ന രീതിയിൽ റോഡിൽ കാണുമ്പോൾ അത് എന്നെ ഭയപ്പെടുത്താൻ, എന്നെ പിടിക്കാനല്ല, എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി അമറിയതാണ്. ഇതിനൊരു നിഴൽ പോലെ കണ്ടത് ഞാൻ ആ അന്ന് ഓടിയ ഓട്ടം ജീവിതത്തിൽ പിന്നെ ഓടുകയാണെങ്കിൽ PT ഉഷ എന്നൊന്നും എൻ്റെ മുമ്പിൽ ഒന്നും ഉണ്ടാവില്ല. അജ്ജാതി ഇറക്കാണ്, അജ്ജാതി തിരിഞ്ഞ് നോക്കാത്ത ഓട്ടമാണ്. പുലി പിന്നീട് കടന്നു പോയിട്ടുണ്ടാവും, മാനിനെ പിടിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാവും. ആ ഓട്ടം ഓടിയിട്ട് വീട്ടിലെത്തുന്നവരെ എൻ്റെ പുറകിൽ ഈ പുലി വരുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അജ്ജാതി ഓട്ടമാണ് ഞാൻ ഓടുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ പിന്നീട് ആലോചിക്കും, ഈ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ആ പുലിക്ക് സെക്കൻഡ് എന്നെ ആക്രമിക്കാൻ തോന്നാത്തതും, അല്ലെങ്കിൽ ഈ മാനിനെ പിടിക്കാനെന്നുള്ളൊരു ടെൻഡൻസിയിൽ പോകുന്ന പുലി അത് വിട്ട് മറ്റൊരു ലക്ഷ്യസ്ഥാനം വിട്ട് ചിന്തിക്കില്ല എന്നുണ്ടാവാം. എന്താ മൃഗത്തിൻ്റെ അങ്ങനെ ഒരു ശക്തി ഉണ്ടാവാം ഞാൻ ജീവൻ രക്ഷപ്പെട്ടത്. ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ മറക്കാതെ എന്നും ഞാൻ ആലോചിക്കും. പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പോരുന്നത് വരെയും രാത്രി 8:30 മുമ്പ് തന്നെ വാഹനത്തിനടുത്തെത്തി വാഹനത്തിൽ കയറിയിരിക്കുന്ന ഒരു സ്വഭാവം എൻ്റേതായി മാറി. കാരണം ഭയന്നു പോയി. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഈ സ്ഥലത്തിന് പേര് തന്നെ, ആ പുലിയെ കണ്ട സ്ഥലത്തിൻ്റെ പേര് തന്നെ പുലിമുക്ക് എന്നാണ്. അവിടുത്തെ പിന്നെ ചില ആദിവാസി സുഹൃത്തുക്കളൊക്കെ സിവിലെ ജീവനക്കാരെ പറഞ്ഞ് പുലിമുക്ക് എന്ന് പറയാൻ കാരണം അവിടെ പുലിയുണ്ട്. ഇതെനിക്കറിയണ്ടേ. ഞാൻ ക്ലബ്ബ് പോയി കളിയുടെ നോക്കുന്നത് ഈ സ്ഥലത്ത് പുലിയുണ്ടെന്ന് പുലി ഇങ്ങനെ വരും. പക്ഷെ അന്ന് ആ ഒരു സെക്കൻഡിൽ ജീവൻ രക്ഷപ്പെട്ടത് ഏതോ ദൈവഹിതം എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതാണ് എനിക്ക് എടുത്തു പറയുന്നത്. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഇത്തരം ഒരു അനുഭവം പിന്നെ എനിക്ക് അടുത്തുണ്ടായത് വയനാട്ടിലെ മിന്നൽ മുരളി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴാണ്. ആ അനുഭവം ഞാൻ ആ മിന്നൽ മുരളിയിലേക്ക് നമ്മുടെ എപ്പിസോഡ് എത്തുമ്പോൾ അതിൻ്റെ കഥ ഞാൻ പറയാം. എന്തായാലും അവിടെ നിന്ന് ഈ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ് പെരിങ്ങൽകുത്തിലെ മനോഹരമായ ദൃശ്യഭംഗി കാണാൻ ദൈവം എനിക്ക് അവസരം നൽകി. ആ പ്രദേശത്തുള്ള അതിരപ്പള്ളി വെള്ളച്ചാട്ടമുള്ള കാണാൻ എനിക്ക് ഭാഗ്യം നൽകി. അതിനുശേഷം വീണ്ടും എൻ്റെ അച്ഛൻ എൻ്റെ ജന്മഗ്രഹം എന്ന് പറയാവുന്ന രീതിയിൽ ഷൊർണൂരിലേക്ക് തന്നെയാണ് വീണ്ടും എൻ്റെ അച്ഛന് തിരിച്ച് ട്രാൻസ്ഫർ കിട്ടുന്നത്. അങ്ങനെ വീണ്ടും പെരിങ്ങൽകുത്തിൽ ഒരു 1.5 കൊല്ലത്തിനുള്ളിലായിട്ടുള്ള വാസം കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഹൃദയഭൂമിയായ ഷൊർണൂരിലേക്ക് എൻ്റെ അച്ഛന് ട്രാൻസ്ഫർ കിട്ടി വരികയാണ്. അച്ഛൻ്റെ കൂടെ വീണ്ടും ഞങ്ങൾ ഷൊർണൂരിലെത്തുകയാണ്. ആ ഷൊർണൂരിലെത്തി ആദ്യം ഞാൻ താമസിച്ചത് നെടുങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടേക്കാണ് വീട്. ഗണേശ്ശേരിയല്ല, നെടുങ്ങോട്ടൂരാണ് എത്തിച്ചേർന്നത്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്കാണ് ഷൊർണൂരിലെത്തിയത്. അങ്ങനെ നെടുങ്ങോട്ടൂരെത്തി. ആ നെടുങ്ങോട്ടൂർ വിശേഷങ്ങളിൽ നിന്ന് തുടങ്ങാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നെടുങ്ങോട്ടൂരിൽ നിന്ന് തുടങ്ങാം. നന്ദി.